ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ മാരി ക്രിസ്മസ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ക്രിസ്മസ് ഡേയുടെ സെലിബ്രേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് 26 ആണ്. ജർമ്മനിയിൽ 25ഉം 26ഉം ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കും. സെക്കൻഡ് ഡേ ആണ് ഇന്ന് ക്രിസ്മസിൻ്റെ. ഇന്നലെ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റില്ല, കാരണം ഇന്നലെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോലിക്ക് പോയി, അതുകൊണ്ട് ഞങ്ങൾ ആഘോഷിച്ചില്ല. അപ്പോൾ ഇന്നാണ് ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വ്ളോഗാണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്. പോരാതെ തന്നെ എൻ്റെ ഫ്രണ്ട്സും ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരും കുറച്ച് കഴിയുമ്പോൾ എത്തും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും ഇതൊക്കെ ഞങ്ങൾ തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വെജിറ്റബിൾ ഐറ്റംസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഷിയോണാണ് മീറ്റ് ഐറ്റംസുകൾ ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലേ ഷിയോൺ എന്താ അവിടെ തപ്പിക്കൊണ്ടിരിക്കണേ? അവിടെ എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഷിയോണാണെന്നുണ്ടെങ്കിൽ ബീഫ് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. വാങ്ങിച്ചപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ടാണ് കിട്ടിയത്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കാണ്. നമ്മൾ ബീഫ് കുക്കറിൽ വേവിക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ ഷിയോണാണ് മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ മസാലപ്പൊടികളും ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചു വെച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ബീഫിലേക്കുള്ള സവോള ഇവിടെ അരിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി സവോളയും കൂടിയാണ് അരിയുന്നത്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് സവാള അരിയാണ് ഗൈസ്. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. എന്നാലും ഞാൻ അരിഞ്ഞ് തീർത്തിരിക്കുന്നു. ഗൈസ്, ഞാൻ ഈ ഒരു സംഭവം എടുത്ത് കൊണ്ടിട്ടുണ്ട് ഷിയോണ് കൊടുക്കാനായിട്ട്. അല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഒരു പണിയും നടക്കില്ല ഗൈസ്. അപ്പൊ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. തായോ ഇതൊക്കെയാണോ? ഇതൊക്കെ ഓക്കെ, അതൊക്കെയാണ്. അങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്യണം. ഫ്രോസൺ തേങ്ങാക്കൊത്താണ് കേട്ടോ ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. ബീഫിലേക്ക് നമ്മൾ ഈ ഒരു നാളികേര കൊത്തും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഗൈസ്, അങ്ങനെ ഞാൻ ഇതാ തുറന്നിട്ടുണ്ട്. ഫ്രോസൺ നാളികേര കൊത്ത്. ഫ്രോസൺ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഞാൻ ഈ തേങ്ങ കൊണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനത് കഴിഞ്ഞ് അടുത്തത് ബീൻസ് അരിയാണ് ഗൈസ്. ഇനി അടുത്ത കറി വെക്കാനായിട്ട് അടുത്തത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പച്ചക്കറി ഐറ്റംസൊക്കെ ഞാനാണ് വെക്കുന്നത്. അപ്പോൾ അത് ഞാൻ അടുത്തത് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ബീൻസ് ഇട്ടപ്പോൾ ചെറുതായിട്ട് ചീറ്റിപ്പോയിട്ടുണ്ട്. പുറത്തേക്കൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. അതിൻ്റെ പാത്രത്തിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത കറി തയ്യാറാക്കാനുള്ള ധൃതിയിലാണ്. മാങ്ങക്കറിയാണ്. അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ അരിഞ്ഞു. അപ്പോൾ ഷിയോണിവിടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ എൻ്റെ കറിയും ഒരു സൈഡിൽ ഷിയോണിൻ്റെ കറിയും വെച്ച് ഞങ്ങൾ വേഗം കറി തീർക്കാനുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ ഇത് തീരില്ല ഗൈസ്. അങ്ങനെ കറി എന്തൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരാൾ കയറി വന്നത്. അത് വേറെ ആരുമില്ല ഗൈസ്, നമ്മുടെ അലീന തന്നെയാണ്. അവൾ അറിഞ്ഞിട്ടില്ല വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത്. ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഞാൻ അവളുടെ അടുത്ത് വായോ കയറി വായോ എന്നൊക്കെ പറഞ്ഞ് അവൾ വന്നപ്പോൾ അയ്യോ നീ വീഡിയോ എടുക്കാണോ എന്നും പറഞ്ഞിട്ട് ആൾ പുറകേട്ട് പോയി ഒന്ന് ജസ്റ്റ് മുടി എന്തൊക്കെ ഒരുങ്ങിയിട്ട് വീണ്ടും വരികയാണ്. അങ്ങനെ ആൾ വീണ്ടും വന്നു. ഇതിൽ ഞാൻ എന്തോ പറയുന്നുണ്ട് ഗൈസ്, പക്ഷേ എൻ്റെ മൈക്ക് ഓഫായി പോയി. ഞാൻ മൈക്ക് ഓണാന്ന് വിചാരിച്ചാണ് എല്ലാം പറഞ്ഞത്, പക്ഷേ മൈക്ക് ഓഫായി പോയി. ഇതാണ് എൻ്റെ ഫ്രണ്ട് അലീന. അങ്ങനെ അവളെത്തി. ഇനി ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അവരും വഴിയേ വരുന്നുണ്ട്. അപ്പോൾ ബാക്ക് ടു ആക്ഷനിലേക്ക് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത കറി മാങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കറികളും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞങ്ങളതെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും ഷിയോണും കൂടെ ഞങ്ങളുടെ ഫസ്റ്റത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് മുറിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി നല്ല കുട്ടപ്പനായിട്ട് കുട്ടപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഞങ്ങൾ ഈ കവർ പൊളിച്ചിട്ട് കവർ കാണാനായിട്ട് അടിപൊളിയായിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു വെറൈറ്റി കവറായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ചോക്ലേറ്റിൻ്റെ കേക്കാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. ഈ കേക്ക് വാങ്ങിച്ചത് തന്നെ ഒരു വലിയ കഥയാണ്. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമായി, കാരണം ഷിയോൺ ആ ഒരു ഫ്ലേവർ കേക്കാണ് വാങ്ങിച്ചത്. കുറേ ഇവിടെ തപ്പി നടന്നിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് കേക്ക് കിട്ടിയത്. സത്യം പറഞ്ഞ കേക്ക് നമ്മൾ മുന്നേ ഓർഡർ ചെയ്യണമായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് പോയി വേഗം വാങ്ങിച്ചു വന്നതാണ്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ആ കേക്ക് കിട്ടി. കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ വിചാരിക്കും അലീനയ്ക്ക് ഞങ്ങൾ കൊടുത്തില്ലേന്ന്. അലീനയ്ക്ക് ഞങ്ങൾ കൊടുത്തായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പെട്ടെന്ന് മറന്നുപോയി. ഞങ്ങൾ ആ തിന്നേണ്ട വെപ്രാളത്തിൽ അത് മറന്നുപോയി.
അങ്ങനെ ഇതാ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു. ഇനി ഇത് ഫുഡ് കഴിക്കാനുള്ള ചടങ്ങിലേക്ക് പോവാണ്. അപ്പോൾ ദേ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഫുഡ് ഒരുക്കിയിരിക്കുന്നത്. ചിക്കൻ, ബീൻസ്, മീൻകറി, മാങ്ങാക്കറി, ബീഫ്, അങ്ങനെ ദേ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ കഴിക്കാൻ പോകുന്ന തിരക്കിലാണ്. അപ്പം ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷിയോൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു. അവൻ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇതേ അടുത്ത ആൾക്കാർ വന്നു. അവർ കോണിംഗ് ബെല്ലടിച്ചു. അപ്പോൾ അതേ ഞങ്ങൾ പോയി തുറന്നു. അപ്പോൾ ഷിയോണ അവരെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കാരണം അവർക്ക് അറിയാതെ ഒന്ന് വഴി തെറ്റിപ്പോയായിരുന്നു. അപ്പോൾ ഷിയോണാണ് അവരെ കൊണ്ടുവരാനായിട്ട് പോയത്. അങ്ങനത്തെ എല്ലാവരും കയറി വന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ അയ്യോ വീഡിയോ എന്നും പറഞ്ഞിട്ടാണ് കയറി വന്നത്. കുറച്ച് നാളായി ഗൈസ് ഞങ്ങളെല്ലാവരും കണ്ടിട്ട്. അപ്പോൾ ദേ അതിൻ്റെ നല്ല സന്തോഷമുണ്ട്. എല്ലാവരും കൂടെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒത്തുകൂടുമ്പോൾ അതൊരു നല്ല രസമാണ്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ അലീനൊരു കാട്ടുള്ളി എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്ന് എല്ലാവരും മണപ്പിക്കുകയാണ് ഗൈസ്. ഇത് മണപ്പിച്ചൊക്കെ നല്ലതാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെല്ലാവരും മണപ്പിക്കാൻ വേണ്ടി നടക്കുക. അങ്ങനെ ദേ കളിയും ചിരിയും വർത്തമാനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ദേ അങ്ങനെ ആ ഒരു ദിവസം പോയോണ്ടിരിക്കുകയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. വല്ലപ്പോഴാണ് ഞങ്ങളിങ്ങനെ കൂടുന്നതെങ്കിലും ആ ഒരു കൂടണ സമയത്ത് ഒരു അടിപൊളിയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു രസകരമാക്കാൻ വേണ്ടി ദേ ഷിയോൺ ഒരു വൈൻ കുപ്പി ഇങ്ങനെ പൊട്ടിക്കുകയാണ്. അങ്ങനെ ദേ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് ഗൈസ്. അങ്ങനെ ദേ ഞങ്ങളിതേ വൈൻ കുടിക്കാൻ പോവാണ്. ഞങ്ങളങ്ങനെ പ്രോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ജർമ്മനിയിൽ ചിയേഴ്സ് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേ കുടിക്കുകയാണ്. എല്ലാവരും അത് കുടിക്കാനുള്ള തിരക്കിലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദേ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഗൈസ്. നാളെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ജോലിക്ക് പോകണം. ഷിയോണാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോയി. ഇതിപ്പോൾ ദേ പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് അവർക്ക് ഫുഡ് ഉണ്ടാക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദേ ഒരാളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതേ അവർ തിരിച്ച് വീണ്ടും പോവാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നതും പോകുന്നതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ അത് എന്നോട് യാത്ര പറഞ്ഞിട്ട് അവർ പോവാൻ നിൽക്കുകയാണ്. ഷിയോണാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോയി. അപ്പോൾ അവന് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അലീന നേരത്തെ പോയിട്ടോ. ഇവർ പോണതിന് മുമ്പ് തന്നെ അലീന പോയായിരുന്നു. അങ്ങനെ ദേ അടുത്ത ആൾക്കാരും ഇറങ്ങായി. അപ്പോൾ എല്ലാവരും യാത്ര ചോദിച്ചിട്ട് അതേ അങ്ങനെ പോവായി. അങ്ങനെ അവരും പോയി. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.